പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഒരു സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും സംശയം ചോദിക്കാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടം എന്ന നിലക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കും. ഏതിൻ്റെയൊക്കെ? റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി. ആ നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ റിസൾട്ട് വന്ന് കുറച്ച് ദിവസങ്ങൾക്കകം ആദ്യം ഫോട്ടോ കോപ്പിക്കുള്ള അപേക്ഷ ക്ഷണിക്കും. എന്താണ് ഫോട്ടോ കോപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പരീക്ഷ എഴുതിയ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി എത്തും. അപ്പോൾ നമുക്ക് പരിശോധിക്കാം, നമുക്ക് എത്ര മാർക്ക്, എവിടേക്കാണ് ഓരോ ക്വസ്റ്റ്യന് നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ പരിശോധിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് റീവാലുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഫോട്ടോ കോപ്പി. ഫോട്ടോ കോപ്പിക്ക് 270 രൂപയാണ് 2026 FIUGP വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ഫീസ്. അടുത്ത വർഷം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 270 രൂപ ഓൺലൈനിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി വീട്ടിലെത്തും. അതാണ് ആദ്യം. അങ്ങനെ ഫോട്ടോ കോപ്പിയുടെ അപേക്ഷ കഴിഞ്ഞാൽ പിന്നീടാണ് സ്ക്രൂട്ടിനിക്കും റീവാലുവേഷനുള്ള അപേക്ഷ നൽകേണ്ടത്. അതും സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് കാണാവുന്നതാണ്. അങ്ങനെ റീവാലുവേഷൻ്റെ ഫീസ് 930 രൂപയാണ് ഒരു പേപ്പറിന്. സ്ക്രൂട്ടിനിക്ക് 130 രൂപയും. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇട്ട മാർക്ക് ഉണ്ടല്ലോ, ഒരു അധ്യാപകൻ ഞാനാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ ഞാൻ വാല്യൂ ചെയ്ത് ഇട്ട മാർക്കൊന്ന് സ്ക്രൂട്ടിനി ചെയ്യും, കൂട്ടി നോക്കും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാണ് സ്ക്രൂട്ടിനി. അല്ലാതെ പേപ്പർ വീണ്ടും റീവാല്യൂ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അധ്യാപകൻ വാല്യൂ ചെയ്തതിൽ ആ മാർക്ക് ഇട്ട് അത് കൂട്ടി നോക്കിയതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്ക്രൂട്ടിനി കൊണ്ട് ഗുണമുള്ളൂ. ഓക്കെ, അതാണ് സ്ക്രൂട്ടിനിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന് 130 രൂപയാണ്. ഇനി റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ പേപ്പർ മറ്റൊരു അധ്യാപകന് വാല്യൂ ചെയ്യും. ആ അധ്യാപകന് ആദ്യത്തെ അധ്യാപകന് ഇട്ട മാർക്ക് കാണുകയേയില്ല എന്ന് പറഞ്ഞാൽ, പരീക്ഷാ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ എടുത്ത് മാർക്ക് ഇടില്ല. അതിൻ്റെ മുന്നിലൊരു പേജിലുണ്ട് ഒരു കോളം, അങ്ങനെ ഓരോ ക്വസ്റ്റ്യന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടി അത് ആഡ് ചെയ്യാണ് ചെയ്യാം. അതുകൊണ്ട് തന്നെ റീവാലുവേഷന് മുന്നോടിയായിട്ട് നിങ്ങളുടെ പേപ്പറിന് ആദ്യത്തെ അധ്യാപകൻ നോക്കിയ പേജ് വല്ല കട്ട് ചെയ്തെടുക്കും. അതായത് ഫസ്റ്റ് പേജ്, ഏത് മാർക്ക് ഇട്ട പേജ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കും. എന്നിട്ടാണ് റീവാലുവേഷന് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അധ്യാപകനാണ് റീവാല്യൂ ചെയ്യുക. അങ്ങനെ റീവാല്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ, റീവാല്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതലായിട്ട് കിട്ടും. റീവാല്യൂ ചെയ്തിട്ട് മാർക്ക് കുറയാറില്ല. നോ ചേഞ്ച് എന്നോ അല്ലെങ്കിൽ റീവാല്യൂ ചേഞ്ചോ എന്നുള്ള ഓപ്ഷൻ രണ്ടാണ് വരാറുള്ളത്. അങ്ങനെ റീവാല്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടിയാൽ നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത്. അങ്ങനെ പൈസ തിരിച്ചു കിട്ടുന്ന പരിപാടി യൂണിവേഴ്സിറ്റിയിലില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എഴുതിയ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെക്കാട്ടി കൂടുതൽ മാർക്ക് കിട്ടാൻ എനിക്ക് അർഹത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീവാലുവേഷന് കൊടുക്കാം, സ്ക്രൂട്ടിനിക്ക് കൊടുക്കാം, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കാം. റീവാലുവേഷന് കൊടുത്തെങ്കിൽ മാത്രമേ റീവാല്യൂ ചെയ്യുള്ളൂ. അല്ല ഫോട്ടോ കോപ്പി കൊടുത്തിട്ട് ഫോട്ടോ കോപ്പി നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് അതുകൊണ്ട് മാത്രം കാര്യമില്ല. റീവാലുവേഷന് കൊടുക്കേണ്ടതുണ്ട്. റീവാലുവേഷന് കൊടുത്താലാണ് മറ്റൊരാൾ വാല്യൂ ചെയ്യും. അപ്പോൾ ഈ ചില സെമസ്റ്ററിൽ ഒരു ക്ലാസ്സിൽ കൂടുതൽ ആളുകൾ തോൽക്കുമ്പോൾ കൂട്ടത്തോൽവി, അതുകൊണ്ട് എന്ത് ചെയ്യും? കോളേജിൽ നിന്ന് പരാതിയൊക്കെ യൂണിവേഴ്സിറ്റിക്ക് അയക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തോന്നുക ആ പരാതിയിൽ നിൽക്കരുത്, നിങ്ങൾ റീവാലുവേഷന് കൊടുത്തെങ്കിൽ മാത്രമേ വീണ്ടും റീവാല്യൂ ചെയ്യുള്ളൂ. അങ്ങനെ റീവാല്യൂ ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ആവുകയുള്ളൂ. ഓക്കെ, ഈ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. മറ്റൊരു അധ്യാപകനായിരിക്കും റീവാല്യൂ ചെയ്യുക. ആ റീവാല്യൂ ചെയ്തിട്ട് ഒട്ടനേകം വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടാറുണ്ട്, ചില ആളുകൾക്ക് മാർക്ക് കൂടാതെയും നിൽക്കാം. ഓക്കെ, ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.